കമ്പനി സെക്രട്ടറി കോഴ്സ് സ്ട്രക്ചർ 3 ലെവലായിട്ടാണ് ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്നത്. 3 ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ ഇപ്പൊ അതിന് പറയുന്ന എൻട്രൻസ് ടെസ്റ്റ് എന്നാണ്. ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണുള്ളത്. അത് +2 പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് എഴുതാൻ പറ്റും. പക്ഷെ എന്നാൽ പല ഡിഗ്രികൾ, ഒന്ന് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ചില ക്വാളിഫിക്കേഷൻസ് ഓൾറെഡി ഉള്ളവർക്ക് ആ എൻട്രൻസ് ടെസ്റ്റിന് എക്സംഷൻ ഉണ്ട്, അത് എഴുതണ്ട. അപ്പൊ എഴുതാതെ തന്നെ രണ്ടാമത്തെ ലെവലായി എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിലേക്ക് പോകാൻ പറ്റും. അതിനുശേഷം മൂന്നാമത്തെ ലെവൽ പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. എക്സിക്യൂട്ടീവ് ലെവൽ പാസ്സാകുന്നവർക്കുള്ള ഒരു മൂന്നാമത്തെ ലെവലാണ് പ്രൊഫഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ലെവലിൽ 8 സബ്ജക്റ്റും പ്രൊഫഷണൽ ലെവലിൽ 9 സബ്ജക്റ്റുമാണ് എൻ്റെ ഒരു ഓർമ്മയിലുള്ളത്. അപ്പം അവിടെ അതിനകത്ത് കൊമേഴ്സ്, അതായത് കൊമേഴ്ഷ്യൽ സബ്ജക്ട്സും ലീഗൽ സബ്ജക്ട്സും അക്കൗണ്ടിങ്ങും ടാക്സും ആണ് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. അതിനെ അതിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ വേർതിരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കരിക്കുലമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈറ്റിൽ www.icsi.edu എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിന്റെ വ്യക്തമായ കോഴ്സ് ഇൻസ്ട്രക്ഷൻസും അവരുടെ ബ്രോഷറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മെറ്റീരിയൽ അതിന്റെ എനിക്ക് തോന്നുന്നു അത് നമുക്ക് മെറ്റീരിയൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്ടിലേക്ക് അയച്ചു തരികയാണ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് പഠിക്കാവുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്.